തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം ജനത്തിരക്കുള്ള പ്രദേശമാണ് കിഴക്കേക്കോട്ട. കോട്ടയ്ക്കകത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നവരടക്കം പ്രതിദിനം നൂറുകണക്കിന് ആളുകളാണ് പലവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നത്. എന്നാൽ കിഴക്കേക്കോട്ട പഴവങ്ങാടി റോഡിലെ മുഴുവൻ നടപ്പാതകൾ വഴിയോര കച്ചവടക്കാർ കയ്യേറിയതിനാൽ കാൽനട യാത്രക്കാർ ജീവൻ കയ്യിൽ പിടിച്ചു നടക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ശക്തമായ നടപടിയില്ലാത്തതിനാൽ മറ്റ് സ്ഥലങ്ങളിലേക്കും ഇത്തരം കയ്യേറ്റം വർദ്ധിച്ചിരിക്കുകയാണ്. കാൽനട യാത്രക്കാർക്ക് സംഭവിക്കാവുന്ന ദുരന്തത്തിന് ആര് ഉത്തരവാദിത്തം? അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. അഷിൻ ഡിയാഗോ, വെരി ഗുഡ് ഈവനിങ്. നേരത്തെ നടപ്പാതയുടെ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ കുറെ ഇടവിട്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നടപ്പാതയെ കാണാത്ത രീതിയിലേക്ക് കോട്ടയ്ക്കകത്തേക്കുള്ള വീഥികളുടെ ഏത് വീഥി എടുത്താലും ഇരുവശത്തും ഈ വഴിയോര കച്ചവടക്കാർ നിൽക്കുന്ന ഒരു കാഴ്ചയാണോ കാണുന്നത്? ഇതൊക്കെ ഒഴിപ്പിക്കുമെന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും പ്രാവർത്തികമാകുന്നില്ലേ? സുജയ, വെരി ഗുഡ് ഈവനിങ്. ഞാൻ ഇപ്പോഴുള്ളത് കോട്ടയ്ക്കകത്ത്, അതായത് കിഴക്കേക്കോട്ട ഈ ഭാഗത്താണുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള ഒരു പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കിഴക്കേക്കോട്ട പഴവങ്ങാടി ഭാഗം എന്ന് പറയുന്നത്. കാരണം ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, മാത്രമല്ല പഴവങ്ങാടി ഗണപതി ക്ഷേത്രമുണ്ട്, KSRTC ബസ് സ്റ്റാൻഡുണ്ട്, അങ്ങനെ നിരവധി കടകളുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഈ കടകളടക്കം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഒരു ദിവസം ഇതുവഴി കടന്നു പോകുന്നുണ്ട്. വലിയ രീതിയിൽ ജനത്തിരക്കുള്ളതും അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നൊരു വഴിയാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നത് പോലെ ഈ കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെയാണ് ഇവർ നടക്കുന്നത്. കാരണം ഈ നടപ്പാതയിലേക്ക് ഇപ്പോൾ ഈ കടകൾ അവരുടെ കച്ചവട സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ നടപ്പാതയിലൂടെ നടക്കാൻ കഴിയാത്തൊരവസ്ഥ. നേരത്തെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു അപകടം, ചെറിയ രീതിയിൽ ഒരു അപകടം സംഭവിച്ചിരുന്നു. ഒരു നടന്നു പോകുന്ന ഒരു വ്യക്തി ഒരു കാർ ചെറുതായി തട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ വഴിയിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 200ഓളം കടകളാണ് ഇത്തരത്തിൽ അനധികൃതമായി ഈ ഒരു ഭാഗത്ത്, ഈ പടിഞ്ഞാറേക്കോട്ട മുതൽ ഈ പഴവങ്ങാടി വരെയുള്ള ഈ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ കച്ചവടക്കാർക്ക് ഒരു ഊർജം പകരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഇവർക്ക് നൽകുന്നത്. നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു നടപ്പാത കയ്യേറി ഒരു കട സ്ഥാപിക്കാം, എന്നിട്ട് അത് വാടകയ്ക്ക് നൽകാം. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ളത്. നേരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനോ നഗരസഭയോ ഇത്തരക്കാർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ആരോപണമുള്ളത്. ഇപ്പോൾ നമുക്കൊപ്പം കൗൺസിലർ, ഈ ഫോർട്ട് വാർഡിന്റെ കൗൺസിലർ കൂടിയായ ജാനകി അമ്മാൾ ചേരുന്നുണ്ട്. ഇവിടെ കുറേ നാളായി ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്, അതായത് ഈ നടപ്പാത കയ്യേറിയുള്ള കച്ചവടം. എന്നിട്ട് നടപടി ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ടാണ്? നടപടി ഉണ്ടാകാത്തത് എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏകദേശം ഞാൻ കൗൺസിലറായിട്ട് ചാർജ് എടുത്തതിന് ശേഷം 2021 മുതൽ 24 വരെ ഞാൻ ഏകദേശം പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 8 ലെറ്റർ കൊടുത്തിട്ടുണ്ട്. കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, നഗരസഭാ സെക്രട്ടറിക്ക്, മേയർക്ക്, ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ലെറ്റർ കൊടുത്തിട്ടും ഇതിന് ഒരു നടപടിയും വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇവിടെ ആദ്യം കുറച്ച് കടകൾ മാത്രമായിരുന്നു ഉണ്ടായത്, പക്ഷേ ഇപ്പോഴും കടകളുടെ എണ്ണം കൂടുകയാണ്. അതായത് ഇന്നലെ ഇല്ലാതിനേക്കാൾ ഒരു കട ഇന്ന് കൂടുതൽ വരികയാണ്. എന്തുകൊണ്ട് ഇത് തടയാൻ കഴിയുന്നില്ല? തടയാൻ കഴിയാത്തതിൻ്റെ കാരണമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അധികൃതർ ശരിക്കും യഥാസമയം അവർ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. ലോകപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കിഴക്കേ നടയിൽ ഒരുപാട് ടൂറിസ്റ്റുകളും ഭക്തജനങ്ങളും വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ നഗരത്തിൽ എത്തുന്ന പൊതുജനങ്ങളും കൂടി സഞ്ചരിക്കുന്ന ഈ ഒരു റോഡിൻ്റെ സ്ഥിതിയാണ് നമ്മളിവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കോട്ടയ്ക്കകത്ത് പൊതുവെ വീതി കുറഞ്ഞ റോഡാണ്. ആ റോഡിൽ തന്നെ നടക്കാൻ സാധിക്കാത്ത വിധം കാറുകളും ആട്ടോകളും ഉൾപ്പെടെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ മഴ ഉള്ളത് കൊണ്ടാണ് തിരക്ക് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 2 ഇരട്ടിയായിരിക്കും ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണം ഒന്നുമില്ലാതെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ കാണുവാൻ സാധിക്കും. ജീപ്പ്, കാറ് എല്ലാം നമ്മുടെ അടുത്തുകൂടിയാണ് പോകുന്നത്. ശരിക്കും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇവരെ മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതുവരെയായി? സ്മാർട്ട് സിറ്റിയുടെ പദ്ധതികൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ ഏകദേശം ഒരു 10-12 കടകൾക്ക് മാത്രമേ ഒരു പുനരധിവാസം അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു കടകൾ അവർ ചെയ്തിട്ടുള്ളൂ. എന്തായാലും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതുവഴി നടക്കുന്ന കാൽനട യാത്രക്കാർക്ക് അനുഭവപ്പെടേണ്ടി വരുന്നത്. നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച പോലെ തന്നെ ഇവിടെ ഒരു നടക്കുന്നതിന് വേണ്ടിയുള്ള നടപ്പാതയുണ്ട്, പക്ഷേ അതൊരു കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്, കയ്യേറിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ കച്ചവടം നടത്തുന്ന ആളുകൾ. ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം വേണം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെ കൂടി, അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകളുടെ കൂടി ഒരു ആവശ്യമാണ്. മാത്രമല്ല വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെ ഈ ഒരു പ്രദേശത്ത് മാത്രം പലവിധ ആവശ്യങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനം
സ്വസ്ഥമായി സമാധാനമായി നടക്കാൻ, സുരക്ഷിതയോടെ നടക്കാനായി ഒരു നടപ്പാത എന്നുള്ളത് തന്നെയാണ് സുജിയ. ഓക്കെ, താങ്ക് യു. അഷൻ ഡിയാഗോയാണ് അവിടുത്തെ വിഷ്വൽസ് അടക്കം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. നോക്കൂ, ഇപ്പോൾ മിഠായി തെരുവിലേക്ക് വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു തെരുവിൻ്റെ സംവിധാനമാണെന്നുണ്ടെങ്കിൽ ഇത് അതേ രീതിയിൽ തന്നെ കടകളെല്ലാം നിൽക്കുകയാണ്. പക്ഷേ വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ പാതയിൽ നിന്ന് പാതയിലേക്ക് ഇറക്കി കച്ചവടം നടത്തുമ്പോൾ ആളുകൾക്ക് നടന്നു പോകാൻ നടുറോഡ് മാത്രമാണ് ശരണം. ഏതെങ്കിലും ഒരു വാഹനം നിയന്ത്രണം തെറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നടുവേ നടന്നു പോകുന്ന ആളുടെ നെഞ്ചത്തുകൂടി കയറി പോകുമെന്നുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് അവിടെയുള്ളവർ മനസ്സിലാക്കണം.